Alhamdulillah Rabbil Alameen. Assalatu wassalamu ala rasulihil ameen wa ala alihi wa ashabihi ajma'in. ദാറുൽ ഹുദ സർവകലാശാലയുടെ സമാദരണീയനായ വൈസ് ചാൻസലർ ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി അവർകളെ, today's our distinguished guest Haji Fauzi ibn Ashad, Chairman Religious Affairs Jauhar, Malaysia, Brother Young Arif Tuan Shahul Hamid, Judge Johar Shariat Court, Malaysia, ആശംസ പ്രസംഗങ്ങൾ നിർവഹിച്ച സമാദരണീയനായ MLA അബ്ദുറഹ്മാൻ രണ്ടത്താണി അവർകളെ, ബഹുമാന്യനായ മുൻ മന്ത്രി കുട്ടി അഹമ്മദ് കുട്ടി അവർകളെ, പി ഉബൈദുള്ള MLA അവർകളെ, ആദരണീയനായ മായിൻ ഹാജി അവർകളെ, വേദിയിലും സദസ്സിലുമായി ഉപവിഷ്ടരായിരിക്കുന്ന പരിണിതപ്രജ്ഞരായ പണ്ഡിത ശ്രേഷ്ഠരെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ന്യൂനപക്ഷങ്ങളും അവരുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും എന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഒരല്പസമയം സംസാരിക്കുവാൻ അനുവദിച്ചിരിക്കുന്നത്. ശരിക്കും രാജ്യത്ത് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമുദായമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരള മുസ്ലിങ്ങൾ. ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഇതൊരു യാഥാർത്ഥ്യമായി കൂടി കാണേണ്ടതുണ്ട്. അപ്പോഴും നിങ്ങൾ ഓർമ്മിക്കണം, രാജ്യത്ത് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമുദായം എന്ന് തന്നെയാണ് ഞാൻ പ്രയോഗിച്ചത്. വളർച്ചയും വികാസവും എന്നത് രണ്ട് തലങ്ങളിൽ നിന്ന് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം എന്ന നിലയ്ക്ക് കേരളത്തിലെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെക്കുറിച്ചും അവരുടെ അവകാശങ്ങളെക്കുറിച്ചുമൊക്കെ ചർച്ച ചെയ്യുമ്പോൾ കേരള മുസ്ലിങ്ങൾ അക്കാര്യത്തിൽ എവിടെ എത്തി നിൽക്കുന്നു എന്നതിനെ സംബന്ധിച്ച് വളരെ ജാഗ്രതയോടുകൂടി നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്റെ മുൻ പ്രഭാഷകൻ സൂചിപ്പിച്ചതുപോലെ യഥാർത്ഥത്തിൽ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ചും അവർക്കിടയിൽ നടപ്പിലാക്കേണ്ട അല്ലെങ്കിൽ അവർക്കിടയിൽ ഉറപ്പാക്കേണ്ട സംരക്ഷണത്തെക്കുറിച്ചുമൊക്കെ വിശുദ്ധ ഖുർആൻ തന്നെ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. ആധുനിക കാലഘട്ടത്തിൽ 19ാം നൂറ്റാണ്ടിന്റെ പകുതിയോടുകൂടി യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെക്കുറിച്ചും അവരുടെ അവകാശങ്ങളെക്കുറിച്ചുമൊക്കെ കൃത്യമായ നിയമനിർമ്മാണം നടന്നിട്ടുമുണ്ട്. ഇന്ത്യയിൽ സ്വന്തമായി രാജ്യത്തിനൊരു ഭരണഘടന ഉണ്ടായപ്പോൾ ആ ഭരണഘടന മതന്യൂനപക്ഷങ്ങൾക്കും ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കുമായി പ്രത്യേകമായ ചില അവകാശങ്ങൾ വകവെച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണഘടനയിലെ 29-30 വകുപ്പുകൾ പ്രകാരമാണ് ഈ അവകാശങ്ങളെക്കുറിച്ചുള്ള പരാമർശം നടന്നിട്ടുള്ളത്. പക്ഷേ ഈ ന്യൂനപക്ഷങ്ങൾ ആരൊക്കെയാണ് എന്നത് 1992 ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ആക്ട് പ്രകാരം മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും സിഖ് മതക്കാരും ബുദ്ധമതക്കാരും പാഴ്സി മതക്കാർക്കുമായി പരിമിതപ്പെടുത്തി. കഴിഞ്ഞ ആഴ്ചയിൽ ഇന്ത്യ ഗവൺമെന്റ് ജൈന മതക്കാരെ കൂടി ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നിയമം പാസാക്കുകയുണ്ടായി. നാം പറഞ്ഞു വരുന്നത്, ന്യൂനപക്ഷത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വളരെ നേരത്തെ തന്നെ നമ്മൾ കേൾക്കുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ രാജ്യവ്യാപകമായി ഇത് ചർച്ചയാവുന്നതും ഇവിടെ പരാമർശിക്കപ്പെട്ട ജസ്റ്റിസ് രജീന്ദ്ര സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് 2006 നവംബറിൽ സമർപ്പിക്കപ്പെട്ടതോടുകൂടിയായിരുന്നു. ഈ റിപ്പോർട്ടിന്റെ കണ്ടെത്തലുകൾ രാജ്യത്ത് നീതി നിർവഹണം നടക്കണം എന്നാഗ്രഹിക്കുന്ന ഏതൊരു പൗരനും കുറ്റബോധമുണ്ടാക്കുന്നതും സഹതാപമുണ്ടാക്കുന്നതുമായിരുന്നു. പൊതുവിദ്യാഭ്യാസ രംഗത്തും ഉന്നത വിദ്യാഭ്യാസ രംഗത്തും ഈ ജനവിഭാഗത്തിന്റെ ദാരുണമായ പ്രവേശനാനുപാതവും കേന്ദ്ര സംസ്ഥാന സർവീസുകളിൽ
അവരുടെ ദാരുണമായ പ്രാതിനിധ്യക്കുറവും ഒക്കെ ഈ റിപ്പോർട്ട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന വ്യാപകമായി ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുവാനായി നിയമനിർമ്മാണം നടത്തുവാൻ ഇതര സംസ്ഥാന ഗവൺമെന്റിനോട് കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെടുകയും കേന്ദ്ര ഗവൺമെന്റ് തന്നെ മിനിസ്ട്രി ഓഫ് മൈനോറിറ്റി അഫയേഴ്സ് ന്യൂനപക്ഷ മന്ത്രാലയങ്ങൾ സ്ഥാപിക്കുകയും ഉണ്ടായി. അങ്ങനെ ന്യൂനപക്ഷ മന്ത്രാലയത്തിന് കീഴിൽ നേരത്തെ തന്നെ നടത്തിവന്നിരുന്ന പ്രധാനമന്ത്രിയുടെ 15 പരിപാടി പുനഃക്രമീകരിക്കുകയും പുനരാവിഷ്കരിക്കുകയും ചെയ്തുകൊണ്ട് കുറച്ചുകൂടി വൈവിധ്യമാർന്ന പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് 15 പരിപാടികൾ കേന്ദ്ര ഗവൺമെന്റിന്റെ അഥവാ ന്യൂനപക്ഷ മന്ത്രാലയത്തിന്റെ സഹായത്തോടുകൂടി ഇതര സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കുകയും കേരളം പോലുള്ള സംസ്ഥാനത്ത് ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾ സംസ്ഥാന ഗവൺമെന്റിന്റെ തന്നെ ഫണ്ട് ഉപയോഗിച്ച് നടത്തിവരികയും ചെയ്യുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നാം ഇപ്പോഴുള്ളത്. നിങ്ങൾക്കറിയാം, കേന്ദ്ര ഗവൺമെന്റ് പ്രധാനമായും ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ പ്രോത്സാഹനത്തിനായിട്ടാണ് വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സ്കോളർഷിപ്പ് പോലുള്ളവയാണ്. പൊതുവിദ്യാഭ്യാസം അഥവാ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾക്ക് ഇക്കഴിഞ്ഞ വർഷം 10 ലക്ഷത്തിലധികം കുട്ടികൾക്ക് കേരളത്തിൽ മാത്രം ഈ സ്കോളർഷിപ്പ് ലഭിക്കുകയുണ്ടായി. അതുപോലെ 11ാം ക്ലാസ് മുതൽ PhD വരെ പഠിക്കുന്ന കുട്ടികൾക്ക് 1 ലക്ഷത്തോളം കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പ് കേരളത്തിൽ ലഭിച്ചു. പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് 15,000-ഓളം പേർക്ക് 20,000 മുതൽ 30,000 രൂപ വരെയുള്ള സ്കോളർഷിപ്പ് ലഭിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ന്യൂനപക്ഷ കേന്ദ്രീകൃത മേഖലകളിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കുടിവെള്ളം, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ വിവിധ പദ്ധതികൾ കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നടപ്പിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. 2011 ഏപ്രിൽ മാസം വരെയും ന്യൂനപക്ഷ ഫണ്ട് വിനിയോഗത്തിൽ രാജ്യത്ത് 16ാം സ്ഥാനത്ത് നിന്ന സംസ്ഥാന ഗവൺമെന്റ് 2011 സെപ്റ്റംബറോടുകൂടി ന്യൂനപക്ഷ ഫണ്ട് വിനിയോഗത്തിൽ 1ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ന്യൂനപക്ഷ വകുപ്പും അനുബന്ധ വകുപ്പുകളും ഇക്കാര്യത്തിൽ കാണിക്കുന്ന ജാഗ്രതയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കേരളത്തിൽ ന്യൂനപക്ഷ കേന്ദ്രീകൃത പ്രദേശമായി കേന്ദ്ര ഗവൺമെന്റ് തെരഞ്ഞെടുത്തിട്ടുള്ളത് വയനാട് ജില്ല മാത്രമാണ്. സാമൂഹ്യ വിദ്യാഭ്യാസ രംഗത്ത് വളരെ പിന്നാക്കം നിൽക്കുന്ന ഒരു ജില്ല എന്ന നിലയിൽ യഥാർത്ഥത്തിൽ വയനാട് ജില്ലയെയാണ് കേന്ദ്ര ഗവൺമെന്റ് കണ്ടെത്തിയിട്ടുള്ളത്. ഇപ്രാവശ്യം അഥവാ 12ാം പദ്ധതിയിൽ മലപ്പുറം ജില്ലയിലെ പൊന്നാനി കൂടി ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികൾ സംസ്ഥാനത്ത് നടന്നു വരുന്നുണ്ട്. ഇതുകൂടാതെ ധാരാളം പദ്ധതികൾ സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് തന്നെ നടപ്പിലാക്കുന്നുമുണ്ട്. അപ്പോൾ ബഹുമാന്യരായ MLA-മാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യഥാർത്ഥത്തിൽ ഒരു ഗവൺമെന്റ് എത്ര തന്നെ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയാലും ശരി തന്നെ, ശരിക്കും അതുമായി ബന്ധപ്പെട്ട അതിന്റെ ഗുണഭോക്താക്കൾ ഇക്കാര്യത്തിൽ ഗൗരവമായി ഇടപെടാത്തിടത്തോളം കാലം അത്തരം പദ്ധതികൾ യഥാർത്ഥ ഗുണഭോക്താക്കളിൽ എത്തിച്ചേരുകയില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും അത് നഷ്ടപ്പെട്ടു പോവുകയും കൂടി ചെയ്യും. ഇക്കഴിഞ്ഞ 2-2.5 വർഷക്കാലത്തിനുള്ളിൽ ഏകദേശം 100-ലധികം ഇത്തരം ന്യൂനപക്ഷ വിഷയങ്ങളെ സംബന്ധിച്ച് പല മീറ്റിംഗുകളിലായി ന്യൂനപക്ഷ കൂട്ടായ്മകളുടെ ഇടയിൽ എനിക്ക് സംസാരിക്കുവാനും പങ്കെടുക്കുവാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും പല കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ എത്തുന്നില്ല എന്ന ദയനീയ സത്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇത്തരം പദ്ധതികളുടെ ഗുണഭോക്താക്കൾക്കിടയിൽ നിൽക്കുന്ന ഒരുതരം അലംഭാവമാണ് ഇതിന് കാരണമായി തീരുന്നത്. ഞാൻ ഓർത്തുപോവുകയാണ്, മുമ്പ് ഒരു ഹാജിയാർ കുതിര വാങ്ങാൻ പോയ ഒരു കഥയെക്കുറിച്ച്. ഹാജിയാർ കുതിര വാങ്ങി മടങ്ങി വരുമ്പോൾ വിശ്രമിക്കാനായി ഒരു സത്രത്തിൽ താമസിക്കുകയുണ്ടായി.
അദ്ദേഹത്തിന് രാത്രി കുതിരയെ പുറത്ത് കെട്ടി ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് അദ്ദേഹത്തിന് പേടിയായത് ഈ കുതിര ആരെങ്കിലും അടിച്ചുകൊണ്ട് പോകുമോ എന്ന്. അങ്ങനെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു മമ്മദ് ഉണ്ടായിരുന്നു. മമ്മദിനെ പുറത്ത് കിടത്തി. ഹാജിയാരൊന്ന് ഉറങ്ങാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും കുതിര ആരെങ്കിലും അഴിച്ചുകൊണ്ട് പോകുമോ എന്ന് പേടിച്ചിട്ട് മമ്മദിനെ വിളിച്ച്, മമ്മദ് നീ ഇപ്പൊ എന്ത് ചെയ്യുന്നു? മമ്മദ് പറഞ്ഞു, ഞാൻ ഉറങ്ങിയിട്ടില്ല, ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണ് ചിന്തിക്കുന്നത്? അത് ഞാൻ ആകാശത്ത് ഇത്രയും ഉയരത്തിൽ എന്തുകൊണ്ടാണ് ചന്ദ്രൻ നിൽക്കുന്നത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഹാജിയാർ പറഞ്ഞു, നിങ്ങൾ ചിന്തിച്ചോ, നീ വളരെ ഗൗരവമായ കാര്യമാണ്, നീ ഇന്ന് വെളുക്കുന്നത് വരെ ചിന്തിക്കണമെന്ന് പറഞ്ഞു. ഇടയ്ക്ക് ഹാജിയാർ വീണ്ടും ഒന്ന് ഉറങ്ങി പെട്ടെന്ന് എണീറ്റിട്ട് ചോദിച്ചു, മമ്മദേ നീ ഉറങ്ങിയോ? ഇല്ല. നീ ഇപ്പോൾ എന്ത് ചിന്തിക്കുന്നു? മമ്മദ് പറഞ്ഞു, എങ്ങനെയാണ് തേങ്ങയ്ക്കകത്ത് വെള്ളം വന്നു എന്നുള്ളതാണ്. അതും ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്, നീ ചിന്തിച്ചോ. എങ്ങനെയെങ്കിലും മമ്മദിനെ ഉറങ്ങാതെ കിടത്തണം എന്ന് മാത്രമേ ഹാജിയാറിനുണ്ടായിരുന്നുള്ളൂ. പിന്നീട് കുറേ പ്രാവശ്യം ഇങ്ങനെ ചോദിച്ചു. ഒടുവിൽ ഹാജിയാർ ചോദിച്ചു, മമ്മദേ ഇപ്പോ നീ എന്ത് ചെയ്യുന്നു? അപ്പോ മുഹമ്മദ് പറഞ്ഞു, ഹാജിയാരെ ഞാൻ ഇപ്പോഴും ഉറങ്ങിയിട്ടില്ല, ഞാൻ ചിന്തിക്കുകയാണ് നമ്മൾ രണ്ടുപേരും ഉറങ്ങാതെ കിടന്നിട്ടും കുതിരയെ ആരാണ് അഴിച്ചുകൊണ്ടുപോയത് എന്ന്. ഇതാണ് യഥാർത്ഥത്തിൽ സംസ്ഥാന വ്യാപകമായി ജില്ലാ വ്യാപകമായി സ്ഥാപനങ്ങളിലൊക്കെ ഇത്തരം ന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ചും ന്യൂനപക്ഷ വിഷയങ്ങളെക്കുറിച്ചും പദ്ധതികളെക്കുറിച്ചുമൊക്കെ ഗൗരവമായ ചർച്ച നടക്കുമ്പോഴും പല പദ്ധതികളിലും കൃത്യമായി ഇതിൽ പല പദ്ധതികളും നേടിയെടുക്കുന്ന കാര്യത്തിൽ ഈ വിഭാഗം ഒരുപാട് പിന്നോട്ട് പോകുന്നു എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. അതേസമയം സമീപകാലത്ത് ഇത്തരം വിഷയങ്ങളിലുണ്ടായ ഒരു പ്രത്യേകമായ താൽപര്യത്തെ നാം അങ്ങേയറ്റം ശ്ലാഘിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്കറിയാം, കേന്ദ്രത്തിലെ എമ്മച്ചാടി വഴി വിതരണം ചെയ്തു വരുന്ന ഒരു പദ്ധതിയാണ് ശരിക്കും SPQM എന്ന് പറയുന്ന സ്കീം ഫോർ പ്രൊവൈഡിംഗ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഫോർ മദ്രസാസ്. മദ്രസകൾക്ക് മോഡേണൈസേഷന് വേണ്ടി നൽകുന്ന ഫണ്ട്. ഇപ്രാവശ്യവും ഏകദേശം 1460-ലധികം മദ്രസകൾക്ക് ഇത് ലഭ്യമായിട്ടുണ്ട്. മുൻ വർഷങ്ങളിൽ ഗ്രാന്റ് കിട്ടിയിട്ടുള്ള വേറെ കുറേ മദ്രസകളുണ്ട്. ആ മദ്രസകൾക്ക് ഇപ്പോഴും അതിന്റെ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, അത് കിട്ടാതെ പോകുന്നതിൽ പ്രധാനമായി ഉണ്ടായ സംഭവം, ഒന്നാമത്തെ ഇൻസ്റ്റാൾമെന്റ് വാങ്ങിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ ഗഡു കിട്ടണമെങ്കിൽ ആദ്യത്തതിന്റെ UC, അതിന്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ്, അത് ഉപയോഗിച്ച വിവരം കാണിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ദൗർഭാഗ്യവശാൽ പല മദ്രസകളും കൊടുക്കാതെ സർക്കാരിനെ പറ്റിച്ചു എന്ന് അവർ സന്തോഷിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ സന്തോഷിക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെയാണ്. കാരണം ഇവർ ഈ സർട്ടിഫിക്കറ്റ് തരാതിരിക്കുന്നിടത്തോളം കാലം ഇനി അവരെ കാര്യത്തിൽ തിരിഞ്ഞു നോക്കണ്ടല്ലോ എന്നുള്ള സന്തോഷം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, മദ്രസകളിൽ മറ്റ് സെക്യുലർ ജനറൽ സബ്ജക്ട് പഠിപ്പിക്കാനായിട്ടാണ് ഈ ഫണ്ട് കൊടുക്കുന്നത്. പക്ഷേ ഈ മദ്രസകളിൽ പ്രധാനമായും നമ്മൾ പഠിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആനാണ്, ഇസ്ലാമിക ശരീഅത്താണ്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് ദൈൻ എന്ന് പറയുന്നത്, അത് കൈകാര്യം ചെയ്യുന്ന വിഷയം പോലും ക്രയവിക്രയങ്ങളിലെ സൂക്ഷ്മതയെക്കുറിച്ചാണ്. അങ്ങനെ മദ്രസകളിൽ ഖുർആൻ പഠിപ്പിക്കുന്ന, ഈ സൂക്ഷ്മത പഠിപ്പിക്കുന്ന, ഇതിന്റെ നടത്തിപ്പിന് വാങ്ങിയ ഫണ്ട് പോലും നമുക്ക് കൃത്യമായി അതിന്റെ കണക്ക് കൊടുക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നാം എവിടെ എത്തി നിൽക്കുന്നു? പലപ്പോഴും നമ്മുടെ ഭാഗത്തു നിന്നും വരുന്ന ഇത്തരം വീഴ്ചകൾ, ഇത്തരം കൂട്ടായ്മകളിൽ പങ്കെടുക്കുന്നവർ ആരെങ്കിലുമൊക്കെ കൊടുക്കാതിരിക്കുന്നു എന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നില്ല. കൊടുക്കുന്നവരുണ്ടാവാം. പക്ഷെ പൂർണ്ണമായ അർത്ഥത്തിൽ അത്തരം പട്ടിക ലഭ്യമായാൽ മാത്രമേ സർക്കാരിന്റെ രീതി അനുസരിച്ച്, ഇപ്പോൾ ഇത് ജനറൽ എഡ്യൂക്കേഷനാണ് ചെയ്യുന്നത്, ജനറൽ എഡ്യൂക്കേഷനിലെ ഉദ്യോഗസ്ഥർക്ക് അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ. സമീപകാലത്ത് നിങ്ങൾക്കറിയാം, ഏറ്റവും വലിയ ഒരു മുന്നേറ്റമാണ് കേരളത്തിൽ മുസ്ലിം സമൂഹത്തിനിടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ സാമൂഹിക രംഗങ്ങളിലും സാമ്പത്തിക രംഗങ്ങളിലുമൊക്കെ ഇത് നിങ്ങൾക്ക് കാണാം. പക്ഷേ ഈ വളർച്ച എന്ന് പറയുന്നത്, ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായത്തിൽ ഒരു സമൂഹം വികസിക്കുകയാണ് വേണ്ടത്. പക്ഷെ കേരളത്തിൽ മുസ്ലിം സമൂഹത്തിന് നേരിയ വളർച്ച മാത്രമാണുള്ളത്. ഈ വളർച്ചയിൽ നിന്നും സമൂഹം വികസനത്തിലോട്ട് എത്തിപ്പെടേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലെ മുസ്ലിങ്ങൾ വളരുന്നു എന്ന് പറയാൻ പ്രധാന കാരണം നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ടാവും. കാരണം നിങ്ങൾക്കറിയാം, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മാൾ സ്ഥിതി ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഉടമസ്ഥൻ മുസ്ലിമാണ്. മകളുടെ വിവാഹത്തിന് 18 ലക്ഷം രൂപയുടെ ആൽബം ഉണ്ടാക്കിയ
ആ മകളുടെ പിതാവ് മുസ്ലിമാണ്. മകന്റെ 8ാമത്തെ ബർത്ത്ഡേക്ക് 3 കോടി രൂപയുടെ കാറ് മകനെ കൊണ്ട് ഓടിപ്പിച്ച് ട്രാഫിക് പിടിച്ച് കേസായത് മുസ്ലിം കുട്ടിയാണ്. ഇത്തരം വാർത്തകൾ കാണുമ്പോൾ സ്വാഭാവികമായും മുസ്ലിങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. പക്ഷേ ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോൾ കഴിഞ്ഞ വർഷം 42 പേർ സെലക്ട് ചെയ്യപ്പെടുമ്പോൾ സംസ്ഥാനത്തെ 27% വരുന്ന മുസ്ലിം സമുദായത്തിൽ നിന്നും ഒരൊറ്റ കുട്ടി, അതും ഗ്രൂപ്പ് ബി സർവീസ് മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. ഇതെങ്ങനെ സംഭവിക്കുന്നു? രാജ്യത്തെ ഞാൻ പറഞ്ഞു വരുന്നത്, കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഇന്ത്യൻ സിവിൽ സർവീസിൽ നമ്മുടെ കുട്ടികൾക്ക് പ്രാതിനിധ്യം ഉറപ്പാക്കുവാൻ കഴിഞ്ഞാൽ അവരുടെ ആഗ്രഹമെല്ലാം അങ്ങ് ശരിയായി എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ രാജ്യത്തെ നിയമനിർമ്മാണ പ്രക്രിയയിൽ ഗൗരവമായ ഇടപെടലുകൾ നടത്തുവാൻ കിട്ടുന്ന അവസരമായിട്ടാണ് സിവിൽ സർവന്റിനെ നമ്മൾ കാണുന്നത്. അവർ തന്നെയാണ് നിയമനിർമ്മാണത്തിൽ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നവർ. അങ്ങനെ വരുന്ന താക്കോൽ സ്ഥാനങ്ങളിൽ ഈ സമുദായത്തിന്റെ അഥവാ ന്യൂനപക്ഷ മുസ്ലിം സമുദായത്തിന്റെ പ്രതിനിധികൾ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. മുസ്ലിം ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ സമീപകാലത്താണ് മുസ്ലിങ്ങൾ പോലും മനസ്സിലാക്കിയത് മുസ്ലിങ്ങൾ ന്യൂനപക്ഷമാണ് എന്നത്. കാരണം നിങ്ങൾക്കറിയാം, ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ 75% വരുന്നത് മുസ്ലിം മതന്യൂനപക്ഷമാണ്. ബാക്കി എല്ലാ മതന്യൂനപക്ഷങ്ങളുമായി ചേർത്ത് നോക്കുമ്പോഴും 25%-ന് താഴെയാണ്. പക്ഷേ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച്, അതിന്റെ അവസ്ഥയെക്കുറിച്ച് അതിഗൗരവമായി പഠനം നടത്തിയ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് മുസ്ലിം കേന്ദ്രീകൃത പ്രദേശങ്ങളിലും മുസ്ലിം ജനവിഭാഗത്തിനിടയിലും അടിയന്തരമായ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് ഈ ദാരുണ അവസ്ഥയ്ക്ക് ശാശ്വതമായ പരിഹാരമുണ്ടാവണം എന്ന് നിർദ്ദേശിച്ചപ്പോൾ ഇവിടെ ഉണ്ടായ വ്യവസ്ഥകളും സംഭവങ്ങളും ന്യൂനപക്ഷ വിഭാഗത്തിനായിട്ടാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പല പദ്ധതികളിലും ആ പദ്ധതികൾ കൃത്യമായി നേടിയെടുക്കുന്നതിൽ ജനസംഖ്യാനുപാതികമായ കണക്ക് നോക്കുമ്പോൾ 75% വരുന്ന മുസ്ലിങ്ങളെക്കാൾ എത്രയോ ഇരട്ടിയാണ് 25% വരുന്ന മറ്റു മതന്യൂനപക്ഷങ്ങൾ നേടിയെടുക്കുന്നത്. ഇക്കാര്യത്തിൽ നാം വളരെ ഗൗരവമായ ചിന്തയും ഇടപെടലും അനിവാര്യമായി വരികയാണ്. ന്യൂനപക്ഷ മുസ്ലിം മതവിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത്, ഞാൻ തന്നെ ഈ വിഷയം പല പ്രാവശ്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടവർ തന്നെയായിരിക്കും പലരും നിങ്ങളുടെ കൂട്ടത്തിൽ. ഇതൊന്നും ആവർത്തിക്കുകയല്ല വേണ്ടത്. മറിച്ച് ഇത്തരം കാര്യങ്ങളിൽ ഒരു കൃത്യമായി ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇതൊരു ഗവേഷണ ബുദ്ധിയോടുകൂടി ഇതിൽ ഇടപെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. മുസ്ലിം മതന്യൂനപക്ഷത്തിലെ സാമൂഹ്യ പ്രശ്നം, വിദ്യാഭ്യാസ പ്രശ്നം, അവരുടെ സാമ്പത്തിക പ്രശ്നം എന്ന് പറയുന്നത് മറ്റ് മതന്യൂനപക്ഷങ്ങളിൽ ഉള്ളതിനേക്കാൾ അതിദയനീയവും അങ്ങേയറ്റം ഭീതിതവുമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പ്ലാൻ പദ്ധതി, ഈ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ന്യൂനപക്ഷ വിഭാഗത്തിലെ വിധവകളും വിവാഹമോചിതരുമായിട്ടുള്ളവർക്ക് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി ഒരു ഭവന നിർമ്മാണ പദ്ധതി, അതിൽ 2 ലക്ഷം രൂപ ധനസഹായം കൊടുക്കുന്ന ഒരു പദ്ധതി ഇന്നലെ മലപ്പുറം കളക്ടറേറ്റിൽ ബഹുമാന്യനായ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ മഞ്ഞളാംകുഴി അലി അവർകൾ അതിന്റെ സംസ്ഥാനതല വിതരണ ഉദ്ഘാടനം നിർവഹിക്കുകയുണ്ടായി. വെറും 250 പേർക്കാണ് കൊടുക്കുന്നത്. അതൊരു സാമ്പിൾ എന്നുള്ള നിലയ്ക്ക് അത് കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ കേരളത്തിൽ നിന്നും 10,000-ലധികം വിധവകളും വിവാഹമോചിതരുമായിട്ടുള്ള ന്യൂനപക്ഷ സ്ത്രീകൾ അപേക്ഷിക്കുകയുണ്ടായി. വലിയൊരു പ്രതിസന്ധിയായിരുന്നു. ഇതെങ്ങനെയാണ് 250 പേരെ തിരഞ്ഞെടുക്കുക? പ്രത്യേകിച്ചും ആദ്യ പദ്ധതി എന്ന നിലയിൽ വളരെ ട്രാൻസ്പെറന്റായി ഇത് നടത്തണം എന്ന കാര്യത്തിൽ വളരെയധികം നിർബന്ധമുണ്ടായി. അങ്ങനെ ഈ തെരഞ്ഞെടുക്കപ്പെട്ട അപേക്ഷകരിൽ നിന്നും 100 മാർക്കിന് അവരെ ഒന്ന് റാങ്ക് ചെയ്യുവാൻ വേണ്ടി തീരുമാനിച്ചു. 1000-ഓളം അപേക്ഷകർ ഉള്ളത് മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അപേക്ഷകരുള്ളത്. റാങ്ക് ചെയ്യാൻ ചില മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചു. ഒന്ന്, 3 സെന്റ് സ്ഥലം സ്വന്തമായി ഉണ്ടാകേണ്ട പാവപ്പെട്ട സ്ത്രീകൾക്കായിട്ടാണ് നമ്മളിത് നടപ്പിലാക്കുന്നത്. പക്ഷേ 3 സെന്റ് സ്ഥലത്തിന് പകരം
3 സെന്റിൽ കൂടുതൽ സ്ഥലമുണ്ടെങ്കിൽ 5 സെന്റുള്ളവർ, 10 സെന്റുള്ളവർ, സ്വന്തമായി വീടില്ലാത്തവർ, നിർധനർ, വിവാഹമോചിതർ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ 3 സെന്റ് മാത്രമുള്ള ആളിന് 10 മാർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. മൊത്തം 100 മാർക്ക്. ഇപ്പറയുന്ന കണ്ടീഷൻ ഉണ്ടാകുന്ന ഇത്തരം കണ്ടീഷനുകൾ പാലിക്കവേ തന്നെ ഇപ്പറയുന്ന സ്ത്രീക്ക് അവർക്കെന്തെങ്കിലും മാനസിക അസ്വാസ്ഥ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ടെർമിനൽ ഡിസീസസ് പോലുള്ള മാരക രോഗങ്ങളോ ഉണ്ടെങ്കിൽ അവർക്ക് 20 മാർക്ക് കൂടി കൊടുക്കാൻ തീരുമാനിച്ചു. അതുപോലെ തന്നെ ഇപ്പറയുന്ന വിഭാഗത്തിൽപ്പെടുന്നവർക്ക് 40 വയസ്സിൽ കൂടുതൽ പ്രായമുണ്ടെങ്കിൽ വീണ്ടും 10 മാർക്ക് കൂടി അവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഇതൊന്നും ലോകരാഷ്ട്രത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒന്നും നിർദ്ദേശമൊന്നുമില്ല, നമ്മുടെ എളിയ ബുദ്ധിയിൽ തോന്നുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇത് വെച്ച് 100 മാർക്കിന് റാങ്ക് ചെയ്തു. മലപ്പുറത്ത് നിന്നും 200 മുസ്ലിം സ്ത്രീകൾ റാങ്ക് ചെയ്യപ്പെട്ടു. 20% ക്രൈസ്തവ വിഭാഗത്തിലുള്ള സ്ത്രീകൾക്കാണ് കൊടുക്കുന്നത്. മലപ്പുറത്ത് ഇവിടുത്തെ ജനസംഖ്യാനുപാതികമായി നോക്കുമ്പോൾ ഇവിടെ നിന്നും ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട 8 സ്ത്രീകളെയും, അപേക്ഷ തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല, 8 സ്ത്രീകളെയും റാങ്ക് ചെയ്തു. മൊത്തം റാങ്ക് പരിശോധിക്കുമ്പോൾ മുസ്ലിം മതന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നും അപേക്ഷിച്ചിട്ടുള്ള സ്ത്രീകളുടെ റാങ്കിൽ ഏറ്റവും അവസാനത്തെ റാങ്ക് കിട്ടിയ മുസ്ലിം സ്ത്രീക്ക് 68 മാർക്കുണ്ടാകുമ്പോൾ ക്രൈസ്തവ മതന്യൂനപക്ഷത്തിലെ സ്ത്രീക്ക് 1ാം റാങ്ക് കിട്ടിയ സ്ത്രീക്ക് പോലും 40 മാർക്ക് പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ പറയുന്നത് ഇത്തരം കാര്യങ്ങളിൽ ഒരല്പം ശ്രദ്ധ വെക്കുന്നവർ വളരെ ജാഗ്രതയോടുകൂടി ഇടപെടേണ്ടിയിരിക്കുന്നു, ചിന്തിക്കേണ്ടിയിരിക്കുന്നു, ഗവേഷണം നടത്തേണ്ടിയിരിക്കുന്നു. ഇവിടുത്തെ മുസ്ലിം മതന്യൂനപക്ഷത്തിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളവും തൊഴിൽ രഹിതരായിട്ടുള്ള യുവതീ യുവാക്കളെ സംബന്ധിച്ചിടത്തോളമൊക്കെ അവർക്കിടയിൽ നിലനിൽക്കുന്ന ദാരിദ്ര്യം എന്ന് പറയുന്നത് സാധാരണ വിഭാഗത്തിൽ നിൽക്കുന്ന ദാരിദ്ര്യമല്ല. സാധാരണ നമ്മൾ ദാരിദ്ര്യം, എല്ലാവർക്കും ദാരിദ്ര്യം എന്ന് പറയും, എല്ലാവർക്കും വീടില്ല എന്ന് പറയും. അങ്ങനെ പറഞ്ഞാൽ പോരാ. വീടില്ലാത്തവരുടെ കണക്ക്, അവരുടെ അവസ്ഥ, മാനസിക രോഗമുള്ളവർ, വീടില്ലാത്തവർ, ഏതൊരു വരുമാനവുമില്ലാത്തവർ, വീടില്ലാത്തവർ, വിധവകൾ, വീടില്ലാത്തവർ. അപ്പൊ മറ്റുള്ളവരിൽ വീടില്ലാത്തവർ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് വീട് മാത്രമാണ് ഇല്ലാത്തവരെങ്കിൽ മുസ്ലിം മതന്യൂനപക്ഷത്തിലെ സ്ത്രീകൾക്ക് ഒന്നുമില്ല, കൂട്ടത്തിൽ വീടുമില്ല. അപ്പോൾ ഇവർക്കിടയിലെ ദാരിദ്ര്യത്തിന്റെ ഗ്രാവിറ്റി അത് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി ഒന്ന് റിസർച്ചിന് തന്നെ വിധേയമാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ആ ഇല്ലായ്മയുടെ ആഴം തന്നെ ഇതര വിഭാഗങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഭീകരമാണ്. അത് നമ്മൾ കുറച്ച് ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു സംഭവം ഞാൻ നേരത്തെ പറഞ്ഞ കഥയുമായി കൂട്ടിച്ചേർത്ത് നിങ്ങൾ വായിക്കേണ്ടതാണ്. പലപ്പോഴും ഒരുപാട് ആൾക്കാർ ഉണ്ടായിരിക്കവേ തന്നെ പല അവകാശങ്ങളും ന്യൂനപക്ഷങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഒരു ഔദ്യോഗിക തലത്തിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഭരണ സംവിധാനത്തിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്നതിന്റെ മാക്സിമം ചെയ്യുമ്പോഴും ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. പ്രത്യേകിച്ചും കേന്ദ്ര ഗവൺമെന്റുകൾ നടപ്പിലാക്കുന്ന പദ്ധതിയിൽ ഇത്തരം പാളിച്ചകളോ അലംഭാവമോ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ സൂചിപ്പിക്കുന്നതിനും എഴുത്തുകുത്ത് നടത്തുന്നതിനുമൊക്കെ ഉള്ള പരിമിതിയിലാണ് പലപ്പോഴും വകുപ്പുകൾ പെട്ടുപോകുന്നത്. മറിച്ച് പൊതുസമൂഹത്തിന് വളരെ ഗൗരവത്തോടുകൂടി അതിൽ ഇടപെടാൻ കഴിയും. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വർഷം ന്യൂനപക്ഷ വിഭാഗത്തിലെ കുട്ടികൾക്ക് പ്രീ മെട്രിക് മൈനോറിറ്റി സ്കോളർഷിപ്പ് കിട്ടുന്നു. അക്കാരണത്താൽ ന്യൂനപക്ഷത്തിലെ തന്നെ OBC വിഭാഗത്തിന് OBC പ്രീ മെട്രിക് സ്കോളർഷിപ്പിൽ നിന്നും ഒഴിവാക്കുകയുണ്ടായി. നിങ്ങൾ മനസ്സിലാക്കണം, കേരളത്തിലെ മുസ്ലിങ്ങൾ ന്യൂനപക്ഷങ്ങളുമാണ്, OBCയുമാണ്. എല്ലാ OBCയും ന്യൂനപക്ഷമോ എല്ലാ ന്യൂനപക്ഷവും OBCയോ അല്ല. മറിച്ച് കേരളത്തിലെ മുസ്ലിം മതന്യൂനപക്ഷം ഈ 2 സ്റ്റാറ്റസിനും അർഹതയുള്ളവരാണ്. മറിച്ച് മറ്റു പലർക്കും, നിങ്ങൾക്കറിയാം, കേരളത്തിലെ തന്നെ ഇത്രയും വലിയ ഒരു മുസ്ലിം മുന്നേറ്റത്തിന് കാരണം കേരളത്തിലെ സവിശേഷമായ സാമൂഹിക സാഹചര്യമാണുള്ളത്. ആ സാഹചര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ മുസ്ലിങ്ങളെ നിങ്ങൾ പരിശോധിക്കുമ്പോൾ ഹൈന്ദവ ജാതി വ്യവസ്ഥയ്ക്ക് സമാനമായ രൂപത്തിൽ
ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്നീ ഘടന പോലെ തന്നെ മുസ്ലിങ്ങൾക്കിടയിലും അജ്ലഫ്, അഷ്റഫ്, അർസൽ, കൂടിയ മുസ്ലിം, കുറഞ്ഞ മുസ്ലിം, ഏറ്റവും കുറഞ്ഞ മുസ്ലിം എന്ന അവസ്ഥയിലോട്ട് തരം താഴ്ന്നു പോകുമ്പോൾ കേരളത്തിലെ മുസ്ലിങ്ങൾ, എല്ലാ മുസ്ലിങ്ങളും OBC-യാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും സാമൂഹിക വിദ്യാഭ്യാസ രംഗത്ത് അവർക്ക് അർഹിക്കുന്ന അവകാശം എല്ലാവർക്കുമായി കിട്ടുന്നു എന്നതാണ്. മറ്റൊന്ന്, കേരളത്തിലെ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്കുണ്ടായ മുന്നേറ്റത്തിന്റെ ചരിത്രപരമായ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ നടക്കുന്ന നിരീക്ഷണങ്ങൾ യഥാർത്ഥത്തിൽ കഴിഞ്ഞ 10, 30, 40 വർഷക്കാലമായിട്ടുണ്ടായ ഗൾഫ് രാജ്യങ്ങളിൽ പോകുവാനും അവരുടെ അധ്വാനത്തിലൂടെ അവിടെ നിന്ന് കിട്ടിയ സമ്പാദ്യം കേരളത്തിലെത്തിക്കുവാൻ കഴിഞ്ഞു എന്നതാണ്. ഇന്നും കേരളത്തിലെ മൊത്തം ഗൾഫ് റെമിറ്റൻസിൽ ഗൾഫിൽ നിന്നും കേരളത്തിലയക്കുന്ന പണത്തിൽ 20% കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ നിന്നും മാത്രമാണ് എന്ന് പറയുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വികസന പ്രവർത്തനം ഈ ജില്ലയിൽ നടന്നിട്ടുണ്ടോ? നമ്മൾ ഒന്ന് പരിശോധിച്ചു നോക്കേണ്ടതാണ്. അതുപോലെ യഥാർത്ഥത്തിൽ കേരളത്തിലെ മുസ്ലിങ്ങളുടെ വളർച്ചയ്ക്ക് നിദാനമായിട്ടുള്ള ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് ഇവിടത്തെ സാമുദായിക മതസംഘടനകളുടെ സംഘടിതമായ പ്രവർത്തനവും വിദ്യാഭ്യാസ മേഖലയിൽ അവർ കാണിച്ച അല്ലെങ്കിൽ അവർ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വൻപിച്ച മുന്നേറ്റവുമാണ്. അപ്പോൾ സർക്കാർ ഭാഗത്തു നിന്നും അവർക്ക് ലഭിക്കുന്ന ഗ്രാന്റ് അല്ലെങ്കിൽ സംവിധാനം എന്നതിന് എത്രയോ അപ്പുറമാണ് വളരെ ഡെഡിക്കേഷനോടുകൂടി സമർപ്പിതമായ വികാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന സാമുദായിക മതസംഘടനകളും അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇക്കാര്യത്തിൽ കാണിക്കുന്ന ഒരു ദാർശനിക സ്വഭാവം എന്നുകൂടി നമ്മൾ പറയേണ്ടി വരും. നേരത്തെ ഇവിടെ പരാമർശിക്കപ്പെട്ടതുപോലെ കേരളത്തിൽ ഇന്ന് ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും നിരവധി സർവകലാശാലകളിൽ ഗവേഷണ വിദ്യാർത്ഥികളായും ബിരുദാനന്തര വിദ്യാർത്ഥികളായും ഒക്കെ പ്രവർത്തിച്ചു വരുന്ന ധാരാളം കുട്ടികൾ ഇന്ന് ദാറുൽ ഹുദയ്ക്ക് സ്വന്തമാണ്. അപ്പോൾ ഒരുപാട് സർവകലാശാലയിൽ ഇവർ അധ്യാപകരായും സേവനമനുഷ്ഠിക്കുന്നുണ്ട്. പക്ഷേ അവർക്കെല്ലാം ചില സാങ്കേതികമായ ചില കുരുക്കുകളിൽ കൂടി അവർ ഇപ്പോൾ പെട്ടിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമായി തന്നെ മനസ്സിലാക്കണം. സമീപകാലത്ത് ഈ ദാറുൽ ഹുദയിൽ നിന്നും ഇറങ്ങിയ കുട്ടികൾക്ക് പല ഉന്നത സ്ഥാനങ്ങളും കിട്ടാതെ പോകുന്നതിന് അവർക്ക് 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പോയി എന്നത് നമ്മൾ വളരെയധികം വേദനിപ്പിക്കുന്ന വസ്തുതയാണ്. അത് ന്യൂനപക്ഷ അവകാശത്തിന്റെ ഭാഗമായും ന്യൂനപക്ഷ ജനവിഭാഗം ശാക്തീകരിക്കപ്പെടേണ്ടതിന്റെ ഭാഗമായിട്ട് കൂടി കണ്ടുകൊണ്ട് അത്തരം മേഖലയിൽ കൂടി നമ്മൾ വളരെ വളരെ വലിയ ഒരു ഹോംവർക്ക് ചെയ്തുകൊണ്ട് പ്രവേശിക്കേണ്ടതായിട്ടിരിക്കുന്നു. അത് ഏത് തരത്തിലായാലും അത്തരം ഒരു അംഗീകാരം കൂടി അവർക്ക് ഉറപ്പാക്കുവാൻ കഴിഞ്ഞാൽ അവിടെയാണ് നമ്മൾ ന്യൂനപക്ഷ അവകാശ സംരക്ഷണം എന്നത് കൂടുതൽ യാഥാർത്ഥ്യമായി തീരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് സർട്ടിഫിക്കറ്റ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ ഹുദവി കുട്ടികൾ എന്താവും എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഓർത്തു പോകുന്ന ഒരു കഥയുണ്ട്. ഒരു ഇംഗ്ലീഷ് കഥയാണ്. ആ കഥയിൽ ഇങ്ങനെ വായിക്കുകയുണ്ടായി. ഒരു ക്രിസ്ത്യൻ ചർച്ചിൽ ഒരു അച്ഛൻ വന്ന് ചാർജ് എടുക്കുകയാണ്. ഈ ചാർജ് എടുത്തിട്ട് അയാൾ കുറെ പരിഷ്കാരങ്ങളൊക്കെ ഉണ്ടാക്കി. പരിഷ്കാരത്തിന്റെ ഭാഗമായിട്ട് പള്ളിയിലെ ആ കപ്പ്യാര് നമ്മുടെ മോദിനെ പോലുള്ള അങ്ങനെ കപ്പ്യാരെ വിളിച്ചിട്ട് നോക്കുമ്പോൾ കപ്പ്യാർക്ക് എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാ. അപ്പോൾ കപ്പ്യാരോട് അച്ഛൻ പറഞ്ഞു, നിങ്ങൾ എഴുത്തും വായനയും പഠിച്ചിട്ട് തിരിച്ചു വരണം. അയാൾ പറഞ്ഞു, എന്നെ കൊണ്ട് കഴിയില്ല. പക്ഷേ പറഞ്ഞു, നിർബന്ധമായും നിങ്ങൾ പഠിച്ചാലേ എടുക്കുള്ളൂ എന്ന് പറഞ്ഞ അയാൾ 1 മാസം സമയം കൊടുത്തു. 1 മാസം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് കപ്പ്യാർ പറഞ്ഞു, എന്നെ കൊണ്ട് പഠിക്കാൻ കഴിയില്ല, നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഈ പള്ളിയിൽ അച്ഛൻ ഇയാളെ പിരിച്ചുവിട്ടപ്പോൾ കുറച്ച് പൈസയും കൂടെ കൊടുത്ത് പിരിച്ചുവിട്ടു. ഇയാളെന്ത് ചെയ്തു, ഈ പൈസ എല്ലാം കൊണ്ടുപോയി കുറച്ച് സിഗരറ്റ് വാങ്ങിയിട്ട് ലണ്ടൻ സ്ട്രീറ്റിൽ കച്ചവടം ചെയ്തു. അങ്ങനെ പെട്ടെന്ന് ആ സിഗരറ്റ് നടന്നുള്ള കച്ചവടം ഒരു ബങ്കായി, ഒരു ഷോപ്പായി, ഒരു സൂപ്പർ മാർക്കറ്റായി, ഫാക്ടറിയായി, മൾട്ടിനാഷണൽ കമ്പനിയായി, ലോകത്തറിയപ്പെടുന്ന കമ്പനിയായി അത് മാറുകയാണ്. തുടർന്ന് എല്ലാ ബാങ്കിംഗ് സ്ഥാപനങ്ങളും ഈ കപ്പ്യാരെ അന്വേഷിച്ച് വരികയാണ്. കപ്പ്യാർ ഒരു 10,000 കോടി രൂപ, 10,000 കോടി ഡോളർ നമ്മുടെ അടുത്തുനിന്ന് കടമെടുത്താൽ നമ്മുടെ സ്ഥാപനം രക്ഷപ്പെട്ടു എന്നുള്ള രൂപത്തിൽ ഓരോരുത്തരും സമീപിച്ചുകൊണ്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഒരു വലിയ മൾട്ടിനാഷണൽ കമ്പനി ഇയാൾക്കൊരു വലിയ ഡീലിന് വേണ്ടി MOU സൈൻ ചെയ്യാനായിട്ട് വന്നപ്പോൾ അവരുമായി അവിടുത്തെ അതിന്റെ ഡയറക്ടർ ഓഫ് ഫിനാൻസുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവസാനം ഒപ്പുവെക്കുന്നതിന് മുമ്പ്
കപ്പിയാരോട് ഈ ഡയറക്ടർ ഓഫ് ഫിനാൻസ് പറഞ്ഞു, ഇതൊന്ന് വായിച്ചിട്ട് സൈൻ ചെയ്യണമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, വേണ്ട, നിങ്ങൾ തന്നെ സൈൻ ചെയ്താൽ മതി, വായിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം നിർബന്ധിച്ചു. ഒരുപാട് നിർബന്ധിച്ചപ്പോൾ അവസാനം കപ്പിയാർ പറഞ്ഞു, എനിക്ക് വായിക്കാൻ അറിയില്ല, അതുകൊണ്ടാണ് നിങ്ങളടുത്ത് വായിക്കാൻ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഡയറക്ടർ ഓഫ് ഫിനാൻസ് പറഞ്ഞു, നിങ്ങൾക്ക് വായിക്കാൻ പോലും അറിഞ്ഞുകൂടാതെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ആയെങ്കിൽ, നിങ്ങൾക്ക് വായിക്കാൻ കൂടി അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ എന്താകുമായിരുന്നു. അപ്പൊ കപ്പിയാർ പറഞ്ഞു, എങ്കിൽ ഒരു സംശയവും വേണ്ട, ഇപ്പോഴും ഞാൻ കപ്പിയാരായിട്ട് തന്നെ അവിടെ ഇരുന്നേനെ എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇതിന് മറുപടി ഒരുപക്ഷെ ഇങ്ങനെ പറയാം, നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മുന്നേറ്റം, അവർക്കൊരു 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റും കൂടി അതിന് സമാനമായ ഒരു സംവിധാനം കൂടി ഉണ്ടെങ്കിൽ അവർക്ക് വളരെ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും എന്ന് തന്നെ വിശ്വസിക്കുന്നതാണ്. കാരണം ഇവിടെ പഠിക്കുന്ന പല കുട്ടികളുടെയും പൊട്ടൻഷ്യൽ എന്താണ് എന്ന് നേരിട്ട് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. അവരുടെ സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ സഹായിച്ചിട്ടുള്ള ഒരു എളിയ വ്യക്തി എന്നുള്ള ചിലരെങ്കിലും എന്നുള്ള നിലയ്ക്ക് എനിക്കറിയാം, ഈ സർട്ടിഫിക്കറ്റ് കൂടി അവർക്കുണ്ടായിരുന്നെങ്കിൽ അവർ തികച്ചും കുറച്ചുകൂടി ഉയർന്ന സ്ഥാനമാനങ്ങളിൽ അവർക്ക് നിസ്സാരമായി എത്തിപ്പെടാൻ കഴിയും. അതിന് തിരിച്ചിങ്ങനെയാണ് ഒരു കഥ പറയുന്നെങ്കിൽ അതും ഞാൻ അംഗീകരിക്കാൻ തയ്യാറാണ്. കാര്യം പരിണിതപ്രജ്ഞരായ പണ്ഡിത ശ്രേഷ്ഠരാണ് ഇത്തരം സ്ഥാപനത്തിന് നേതൃത്വം കൊടുക്കുന്നത്. തീർച്ചയായും അവർക്ക് തെറ്റാറില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ കൂടി കുറച്ചുകൂടി ഗൗരവത്തോടുകൂടി ഇടപെടാൻ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ സാന്ദർഭികമായി പറയുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ ഇപ്പോൾ ഈ ന്യൂനപക്ഷ വകുപ്പ് നടപ്പിലാക്കി വരുന്ന പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചിലത് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ സമീപകാലത്ത് നമുക്ക് ബോധ്യപ്പെട്ടത്, ഗവേഷണ ബുദ്ധിയോടുകൂടി ഇത്തരം കാര്യങ്ങളിൽ ചില പഠനം നടത്തണം എന്ന് തോന്നിയപ്പോൾ ന്യൂനപക്ഷ വിഭാഗത്തിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഒരു ഗവേഷണ ഫെലോഷിപ്പ് കൊടുക്കുവാൻ ന്യൂനപക്ഷ വകുപ്പ് തീരുമാനിക്കുകയും അതിപ്പോൾ നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനകത്ത് തന്നെ 2-3 കുട്ടികൾ ഹുദവികളായിട്ടുള്ള കുട്ടികൾക്ക് അതിനകത്ത് ഫെലോഷിപ്പ് ലഭിച്ചു. അവർ ഹുദവികളായെന്നുള്ള ഏതെങ്കിലും റെക്കമെൻഡേഷനിലൊന്നും വന്നതല്ല. അവർ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിലെ റിസർച്ച് സ്കോളേഴ്സാണ്. ഒരുപാട് വലിയ വലിയ ആൾക്കാർ അപ്ലൈ ചെയ്തതോടൊപ്പം അവരും അപ്ലൈ ചെയ്തു. അങ്ങനെ വരുമ്പോഴാണ് അറിയുന്നത് അവർ ഹുദവികളായിട്ടുള്ള കുട്ടികളാണ് എന്നത്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഗവേഷണം നടത്തുന്ന, അല്ലെങ്കിൽ അത്തരം വിഷയങ്ങൾ കണ്ടെത്തി ഗവേഷണം നടത്തി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ മുന്നിൽ സമർപ്പിക്കാൻ പറ്റുന്ന വർക്കിംഗ് പേപ്പറുകൾ കണ്ടെത്തുവാനാണ് അത്തരം ഒരു ഗവേഷണം. അതുപോലെ തന്നെ ഈ വർഷം ന്യൂനപക്ഷക്ഷേമ വകുപ്പ് നടപ്പിലാക്കിയ ശ്രദ്ധേയമായ ഒരു പദ്ധതി എന്ന് പറയുന്നത് CA, ICWA, CS, കമ്പനി സെക്രട്ടറിഷിപ്പ് തുടങ്ങിയ മേഖലയിൽ വളരെ കുറഞ്ഞ മാത്രം പ്രാതിനിധ്യമുള്ള ഒരു വിഭാഗമാണ് മുസ്ലിങ്ങൾ അഥവാ മുസ്ലിം മതന്യൂനപക്ഷങ്ങൾ. മറ്റു മേഖലകളിലുണ്ട് എന്നല്ല. IAS-ലും IPS-ലും അതുപോലെ തന്നെ IFS-ലുമൊക്കെ, IFS-ൽ 2%, IAS-ൽ 3%, IPS-ൽ 3%, IAS-ൽ 2.5% ഒക്കെയാണ് എന്നുള്ളത് ഒരു പാട്ടുപോലെ നമുക്കറിയാവുന്നതാണ്. കേരളത്തിലെ പോലും മൊത്തം IAS ഉദ്യോഗസ്ഥരുടെ എണ്ണമെടുക്കുമ്പോൾ 6-7 പേര് മാത്രമാണ് മുസ്ലിങ്ങളായിട്ടുള്ളവർ, മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിലുള്ളവർ. ഇതൊക്കെ ഞാനൊരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ പറയുന്നത്, ഇത് ഇവിടെ കാലാകാലങ്ങളിൽ നടന്ന പഠന റിപ്പോർട്ടുകൾ, സർക്കാർ നിയോഗിച്ച കമ്മീഷനുകളും കമ്മിറ്റികളും അടിവരയിട്ട് പറഞ്ഞ വസ്തുതകൾ എന്ന നിലയ്ക്കാണ് ഇത് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നത്. തീർച്ചയായും എല്ലാ കമ്മിറ്റി റിപ്പോർട്ടുകളും എല്ലാ കമ്മീഷൻ റിപ്പോർട്ടുകളും ഇതിന് പരിഹാരം കാണണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിന്റെ അഭ്യസ്തവിദ്യരും തൊഴിൽ രഹിതരുമായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് സൗജന്യമായ പരിശീലനം നൽകുന്നതിനായി ന്യൂനപക്ഷക്ഷേമ വകുപ്പ് ഇപ്പോൾ കേരളത്തിൽ 16 സൗജന്യ പരിശീലന കേന്ദ്രങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും ധാരാളം കുട്ടികൾ എല്ലാ വർഷവും ഒരുപാട് പരീക്ഷകൾ ക്വാളിഫൈ ചെയ്യുകയും ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഇക്കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയിൽ അപേക്ഷിച്ച മൊത്തം ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 3,13,000 ആയിരുന്നു. അതിൽ 1000 പേർക്കാണ് നിയമനം കിട്ടുക. ഇത്രയും വലിയൊരു പരീക്ഷയിൽ പോലും ഇത്തരം കോച്ചിംഗ് സെന്ററുകളിൽ പഠിച്ച 60-ലധികം കുട്ടികൾക്ക് ജോലി ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കിടയിലെ മാത്സര്യ സ്വഭാവം അത് വർദ്ധിച്ചു വരികയാണ്. അത് ശാസ്ത്രീയമായി നേരിട്ടാൽ മാത്രമേ ഇത്തരം മത്സര പരീക്ഷകളിൽ നമുക്കും എന്തെങ്കിലുമൊക്കെ നേടാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതിന് തയ്യാറാവേണ്ടത് വളരെ കൃത്യമായ പരിശീലനത്തിലൂടെ കടന്നു വരേണ്ടത് അനിവാര്യമായി തീരുന്നുണ്ട്. അവിടെയാണ് ഇത്തരം പരിശീലന കേന്ദ്രങ്ങളുടെ പ്രസക്തി ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ പല ഭാഗത്തു നിന്നും വളരെ ആശാവഹമായ പ്രതികരണമാണ് ഉണ്ടാവുന്നത് എങ്കിലും ചില ഭാഗങ്ങളിൽ
ഇത്തരം പരിശീലന കേന്ദ്രങ്ങളിൽ എത്തുന്ന കുട്ടികൾ തുടക്കത്തിൽ വരികയും പിന്നെ വരാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ കുട്ടികളിൽ കാണുന്ന ഒരു വസ്തുത ഇതാണ്. കഴിഞ്ഞ വർഷം ന്യൂനപക്ഷ വനിതകൾക്ക് വേണ്ടി ഒരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ന്യൂനപക്ഷ വനിതകൾക്കിടയിലെ പരസ്പര സഹായ സംഘങ്ങൾക്ക് 2.5 ലക്ഷം രൂപ സൗജന്യമായി കൊടുത്തുകൊണ്ട് അവരെ എന്തെങ്കിലുമൊക്കെ വരുമാനമുണ്ടാക്കാൻ പറ്റുന്ന പദ്ധതികൾ അതിൽ ഏർപ്പെടാനായിട്ടൊരു പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതി ഇപ്പോൾ 1 വർഷം പിന്നിടുകയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കളക്ടറേറ്റുകളിൽ നിന്നും പരിശോധിക്കുവാനായിട്ട് കളക്ടർമാരോട് റിപ്പോർട്ട് ചോദിച്ചപ്പോൾ എല്ലാ ജില്ലകളിൽ നിന്നും പരിശോധിക്കുവാനായി ഉദ്യോഗസ്ഥർ പോയി. പക്ഷെ അതിൽ കുറച്ച് ക്രിസ്ത്യൻ വിഭാഗത്തിനും കൊടുത്തിട്ടുണ്ട്. 80% മുസ്ലിം വിഭാഗത്തിലെ സ്ത്രീകൾക്കാണ്. അവിടെ റിപ്പോർട്ട് വരുമ്പോൾ പലപ്പോഴും മുസ്ലിം സ്ത്രീകൾക്ക് കിട്ടിയ 5-10 ആട്ടിൻകുട്ടികളുമായി തുടങ്ങിയ പദ്ധതി 8 എണ്ണവും ചത്തുപോയിട്ടുണ്ടാവും. വേറെ ചിലത്താണെങ്കിൽ പശുക്കൾ ചത്തുപോയിട്ടുണ്ടായി. 50 മുയലുമായി തുടങ്ങിയതിൽ മുസ്ലിം സംഘത്തിന് 1 മുയലുമില്ല. ക്രിസ്ത്യൻ സംഘത്തിന് പെറ്റുപിരികി 86 മുയലായിട്ടുണ്ട്. ഇത് ഞാൻ പറയുന്നത് പലപ്പോഴും എങ്ങനെയാണ് ക്രിസ്ത്യൻ സംഘത്തിന് 86 മുയലായത് എന്നന്വേഷിക്കാനായിട്ട് വേറൊരു റിപ്പോർട്ട് വയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു ആ സംഘം പ്രവർത്തിക്കുന്നത് ആ പ്രദേശത്തെ ക്രിസ്ത്യൻ പള്ളിയിലെ അച്ഛന്റെ നിർദ്ദേശമനുസരിച്ചിട്ടാണ്. അവർക്കതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. അവരുടെ ആടുകൾ കൂടുതൽ പെറ്റുപെരുകുന്നുണ്ട്. അവിടെ ഹയർ പർച്ചേസിംഗ് സ്കീം വരുമാനം കിട്ടി എല്ലാ ദിവസവും അവരുടെ വരുമാനം എടുത്ത് ബാക്കി ബാങ്കിൽ അടയ്ക്കുന്നുണ്ട്. പക്ഷേ ഈ രംഗത്ത് നമുക്കൊക്കെ പലപ്പോഴും സംഭവിക്കുന്നത് തെക്കൻ കേരളത്തിൽ വ്യാപകമായി കാണുന്ന ഒരു സംഭവമാണ്. നിർധനരായ യുവതികളെ കെട്ടിച്ചയക്കാനായി മാതാപിതാക്കൾ സമീപ പ്രദേശത്തുള്ള ഒരു മഹലിൽ പോയി ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുക. ഈ വരുന്ന സ്ത്രീക്ക് ഒരു കല്യാണം കഴിച്ചു കൊടുക്കാനുള്ള ഒരു പെൺകുട്ടിയുണ്ട്, സാമ്പത്തികമായി സഹായിക്കണമെന്ന്. ഇതെന്തൊരു ഭീകരമായ അവസ്ഥയാണ്. മഹല്ലുകൾ ഒന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കാനും അതുപോലെ തന്നെ ഡൈവോഴ്സ് നടത്താനുമായിട്ട് മാത്രമായി മാറുകയാണ്. പ്രത്യേകിച്ചും വളരെ ശക്തമായിട്ടാണ് തെക്കൻ കേരളത്തിൽ മഹല്ലുകൾ പ്രവർത്തിക്കുന്നത്. ഞാനൊരിക്കലും ഒരു ദിവസം ഇങ്ങനെ വരുമ്പോൾ ഒരു വെള്ളിയാഴ്ച ഒരു ജുമയ്ക്ക് ഒരു മഹല്ലിൽ നാഷണൽ ഹൈവേക്ക് സമീപമുള്ള ഒരു മഹല്ലിൽ നമസ്കരിക്കാൻ കയറി. നമസ്കാരാനന്തരം അവിടുത്തെ സെക്രട്ടറി പറഞ്ഞു ഈ മഹല്ലിന്റെ കാലാവധി കഴിയുകയാണ്, അതുകൊണ്ട് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം റിപ്പോർട്ട് വായിക്കുകയുണ്ടായി. റിപ്പോർട്ടിൽ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ 3 വർഷക്കാലത്തിൽ ഇവിടെ 248 വിവാഹങ്ങളും അതുപോലെ തന്നെ 196 വിവാഹമോചനങ്ങളും വിജയകരമായി ഈ മഹല്ല് നടത്തിയിട്ടുണ്ട് എന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മഹല്ലുകൾ അവർ നിർവഹിക്കേണ്ട ബാധ്യത എന്താണ്, അവർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അതെന്താണ്? അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ എന്ന് വേണ്ട നമ്മുടെ മുഴുവൻ ക്ഷേമ പദ്ധതികളിലും ക്ഷേമ കാര്യങ്ങളിലും നമ്മുടെ അവകാശങ്ങളിലുമൊക്കെ വളരെ സജീവമായ ഇടപെടലുകൾ നടത്തുവാൻ കഴിയുന്നത് ഏതൊരു സംവിധാനത്തെക്കാൾ അതിശക്തമായ സംവിധാനം അതാത് പ്രദേശങ്ങളിലെ മഹല്ല് ജമാഅത്തുകൾക്ക് തന്നെയായിരിക്കും. ആ രൂപത്തിൽ കൂടിയുള്ള ചിന്തയും വർത്തമാനങ്ങളും പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയുവാൻ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് നോക്കാം. അത് ഇങ്ങനെയാണ്: minority-welfare.kerala.gov.in എന്നാണ്. minority-welfare.kerala.gov.in. അതിൽ കുറേ സ്കീമുകളും പദ്ധതികളുമുണ്ട്. ഒരുപാട് ദീർഘിച്ചു, ഇനിയും നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാ ആഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.